പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ രക്ഷകനായ ഈശോയുടെ ജനത്തിരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ ഗതകാല സ്മരണയുടെ ദുഃഖസംവത്സരങ്ങളായ അനുഭവങ്ങളെ ധ്യാനപൂർവ്വം ഓർത്തുകൊണ്ട് കൃതജ്ഞതയോടെ 2020 വിട പറയുവാനും പ്രത്യാശയോടും സന്തോഷത്തോടുകൂടി ഒരു പുതുവർഷത്തെ വരവേൽക്കുവാനും നമ്മൾ തയ്യാറെടുക്കുന്നു. സങ്കീർണമായ നിരവധി പ്രതിസന്ധികളിലൂടെ ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് എന്ന മഹാമാരി നടപാടുന്ന ഒരു സമരവുമായി ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. സമാധാനം എന്ന പദം അപ്രസക്തവും നിരന്തരവുമായി മാറുന്ന ദുരവസ്ഥയ്ക്ക് സാക്ഷികളാകാനുള്ള ദുരാരോഗ്യം ഇന്ന് കൈവന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ക്രിസ്മസ് പ്രസക്തമാകുന്നത്. ഈ പുതുമകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇതാ ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മോടൊപ്പം. മഞ്ഞ് പെയ്യുന്ന രാവിലെ മാനത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഉണ്ണിയേശുവിനെ സ്വാഗതം ചെയ്യുന്ന പുലരികൾ, എങ്ങും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിനം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു സമ്മാനം ലഭിക്കുക എന്നതാണല്ലോ. പിതാവായ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം പുൽക്കൂട്ടിലെ ഉണ്ണീശോയാണ്. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ കന്യാസുതനായി ഉണ്ണീശോ. ഈ തിരുപ്പിറവിയുടെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് മഞ്ഞുകാലത്തിന്റെ അകമ്പടിയോടുകൂടി ഇതാ ഒരു ക്രിസ്മസ് കാലം കൂടി. മാലാഖമാരും നക്ഷത്രങ്ങളും ഒന്നു ചേർത്ത് പാടി സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ സന്ദേശം. ക്രിസ്മസ് നമ്മോടൊപ്പം ഉള്ള ദൈവത്തെ കണ്ടെത്തുവാനും അനുഭവിക്കുവാനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ണീശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്നു പിറക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഏവർക്കും ഞാൻ ആശംസിക്കുന്നു. കർത്താവിനെ പോലെ അവരെ നിറസാന്നിധ്യം ജീവിക്കുവാൻ പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.